इधर ही सोता नहीं खाता। अभी तुम्हारा मम्मी कहाँ गया? पुलिस स्टेशन गया है। आपने बार बार बोलने से उनको ये मालूम पड़ा कि सही गलत। वो एक 10 साल का बच्चा है ना। എന്താണിപ്പം മനസ്സിലാകുന്നത്? രാവിലെ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോ വിവരം കിട്ടിയ മാത്രമേ തന്നെ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് എന്നോടവർ പറഞ്ഞത്. കമ്മീഷണർ തന്നെ, സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. പേട്ട പോലീസ് അതിന്റെ വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഇവിടെ 10-15 ദിവസം കൂടുമ്പോൾ ഇതുപോലുള്ള കൂട്ടർ വന്ന് കൂടാറുണ്ട്. പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ അവരെ കാണാൻ പറ്റില്ല. അവർ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. വീണ്ടും ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ വന്ന് ടെന്റ് സ്ഥാപിച്ച് താമസിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ പ്രശ്നമോ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പോലീസിന്റെ സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നിരീക്ഷണമുള്ള ഒരു സ്ഥലമാണിത്. കാരണം ഈ പരിസരം വിജനമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള കച്ചവടമൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഞാൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് റോന്തു ചുറ്റണം, അവിടെ ആരെങ്കിലും കൂടി നിൽക്കുന്നെങ്കിൽ അവരെ ശ്രദ്ധിക്കണമെന്നെല്ലാം പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ തന്നെ പോലീസിന്റെ സാമാന്യത്തിലധികമുള്ള നിരീക്ഷണം നടക്കുന്നത് ഒരു സ്ഥലമാണിത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. കുട്ടിയുടെ അമ്മയാണ് ആദ്യം ഉണർന്നപ്പോൾ കുഞ്ഞിനെ കാണാതെ പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊച്ചവെച്ചതിന് ശേഷമാണ് മൂത്തയാള് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള കാര്യം മൂത്ത കുട്ടി അറിയുന്നത്. ആ സന്ദർഭത്തിൽ തന്നെ ഒരു പോലീസിനെ വിവരം അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. CCTV ക്യാമറയൊന്നും ഈ പരിസരത്ത് കാണുന്നില്ല. ഇത് ബ്രഹ്മോസിന്റെ ഒരു മേഖലയാണ്. ബ്രഹ്മോസിന്റെ മതിലാണ് നമ്മുടെ തൊട്ടടുത്ത് കാണുന്നത്. ഏതായാലും അന്വേഷണം നടക്കട്ടെ. നമുക്ക് അല്പം കൂടെ കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് കുറച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാവുള്ളൂ. പോലീസുമായിട്ട് വീണ്ടും ബന്ധപ്പെട്ടിട്ട് അന്വേഷണ പുരോഗതി അറിയിക്കാം.